നമ്മൾ പുൽപ്പള്ളി അമരക്കുനിയിലെ കടുവയെ പിടിക്കാനായി നടക്കുമ്പോൾ ഇതാ ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഒരു കാട്ടുപോത്ത് ഇറങ്ങിയിട്ടുണ്ട്. സെവൻമല എസ്റ്റേറ്റ് അപ്പർ ഡിവിഷനിലെ ലയങ്ങളോട് ചേർന്നാണ് ഈ കാട്ടുപോത്ത് ഇപ്പോൾ നിൽക്കുന്നത്. പ്രദേശവാസികൾ കാട്ടുപോത്തിന് മുന്നിൽ നിന്ന് എന്തായാലും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. സമീപത്തെ തേയിലത്തോട്ടത്തിലൂടെ കാട്ടുപോത്ത് വനത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നമുക്ക് ആ പോത്തിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം. സന്ദീപ് രാജാക്കാട്, ആളുകൾ ഓടിച്ചു വിടുകയായിരുന്നു. വഴിയിലെങ്ങാനും ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ? സുജയപർവതി, ആളുകൾ ഈ കാട്ടുപോത്തിനെ കണ്ട് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ലൈൻസിന് സെവൻമല എസ്റ്റേറ്റിന്റെ ലൈൻസിന് മുൻവശത്തുള്ള ഭാഗത്ത് നിന്ന് ആളുകൾ കൂട്ടം നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഏതാണ്ട് 3 മണി. ആ സമയത്താണ് കാട്ടുപോത്ത് ഈ തേയിലക്കാടുകൾക്കിടയിലൂടെ ഈ ലയങ്ങൾക്കരികിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. കാട്ടുപോത്തിനെ കണ്ട് ആളുകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അകത്തേക്ക് മാറി നിൽക്കും. അവർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളുമായിരുന്നു അത്. അതിനുശേഷം ഈ കാട്ടുപോത്തിനെ ഇവർ ഓടിച്ചു പിടിക്കുകയാണ് ചെയ്തത്. അത് ഈ തേയിലക്കാടുകൾക്കിടയിലൂടെ തന്നെ ദൂരമേഖലയിലേക്കുള്ള വനമേഖലയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് വളരെ അപകടകാരിയായ ഒരു വന്യമൃഗം കൂടിയാണ് കാട്ടുപോത്ത് എന്ന് പറയുന്നത്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുള്ള സാഹചര്യം നമുക്കറിയാം. ഈ മറയൂരിലടക്കം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അതുപോലെ തന്നെ കുമളിയിൽ അത്തരമൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ കാട്ടുപോത്ത് ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മറ്റു മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ മൂന്നാർ മേഖലയിൽ കാട്ടാന, കാട്ടുപോത്ത്, പുലി, കടുവ അടക്കമുള്ള മൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാട്ടുപോത്തുകൾ വ്യാപകമായി തന്നെ വിവിധ മേഖലകളിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. ഇപ്പോൾ കാട്ടാനയാണെങ്കിൽ പോലും പടക്കം പൊട്ടിച്ച് ഓടിച്ചു വിടാൻ പറ്റുന്ന അല്ലെങ്കിൽ തുരത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഈ കാട്ടുപോത്തിനെ തുരത്തി ഓടിക്കാൻ കഴിയില്ല. കാട്ടുപോത്ത് വിരണ്ടാൽ അത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടാകും. നിരവധി ആളുകൾക്ക് അത്തരത്തിൽ എന്തായാലും ഇപ്പോൾ സന്ദീപ് ആ സമീപത്തുള്ള നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന തേയിലത്തോട്ടത്തിലൂടെ വനത്തിലേക്ക് പോയല്ലോ അല്ലേ? നിലവിൽ കാട്ടുപോത്ത് കാട്ടിലേക്ക് കയറി പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെയുള്ള ആളുകൾ ഭീതിയിലാണ്. കാരണം നിരന്തരമായി ഇങ്ങനെ കാട്ടുപോത്തും ഒപ്പം തന്നെ ആ മേഖലയിൽ പുലിയുടെ സാന്നിധ്യമൊക്കെ മുമ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സെവൻമല എസ്റ്റേറ്റിൽ നിന്നുള്ള കാട്ടുപോത്തിന്റെ ദൃശ്യങ്ങളാണ്. കാട്ടുപോത്ത് വിരണ്ടാൽ പിന്നെ കാട്ടിക്കൂട്ടുന്നത് എന്താകും എന്ന ആശങ്ക അവിടത്തുകാർക്കുണ്ട്. അതാണ് ഇപ്പോൾ സന്ദീപ് രാജാക്കാട്